തിരൂർ സതീഷ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് തുടരന്വേഷണം, ഈ സംഭവം വീണ്ടും അന്വേഷിക്കുമെന്ന്. നീതി, താങ്കൾ ഉന്നയിച്ച കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? നമസ്കാരം. പറഞ്ഞോളൂ. ഹലോ. കേൾക്കാമോ? കേൾക്കാം. അങ്ങ് ഉന്നയിച്ച ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ അത് ഈ അന്വേഷണം, ഇപ്പൊ കോടതിയുടെ തീരുമാനം വരുമ്പോൾ അന്വേഷണത്തിൽ തെളിയുമെന്ന പ്രതീക്ഷയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങള് പോലീസിന് എന്റെ മൊഴി രേഖപ്പെടുത്താൻ വരുമ്പോഴും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിനോട് പറയും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോലീസാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കും. താങ്കൾ ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കെ സുരേന്ദ്രന്റെ ഒക്കെ വന്ന പ്രതികരണം, ഇത് മറ്റു ചില ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ കരുതിക്കൂട്ടി താങ്കളെ ഒരു കരുവാക്കിക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്, ഇത് നേരത്തെ തന്നെ അന്വേഷണങ്ങൾ അവസാനിപ്പിച്ചതാണ്, വീണ്ടും രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കുത്തിപ്പൊക്കുന്നത് എന്നാണ്. അല്ല, തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ടൊരു ബന്ധവുമില്ല. കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പല്ലായിരുന്നു നടന്നത്, ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ഉപതെരഞ്ഞെടുപ്പില് BJPക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവാറില്ല എന്ന് ഞാൻ അന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെയല്ല ആയത്. തീർച്ചയായും BJP ഒക്കെ സംബന്ധിച്ച് പാലക്കാട് എത്രത്തോളം വിട്ടുകളയാൻ പറ്റാത്തൊരു സാധ്യതയായിരുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കും ഒരു പക്ഷേ താങ്കളുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷവും സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് പോലും ഈ തരത്തിൽ രൂക്ഷമായിട്ട് വന്നത്. ഇപ്പോൾ അന്വേഷണം മുന്നിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ മുന്നിലേക്ക് വെക്കുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അപ്പം പല വിധത്തിൽ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഭീഷണി ഉണ്ടാകും, അതിനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ അന്വേഷണം മുന്നിലേക്ക് പോകുമ്പോൾ ആ തരത്തിലുള്ള ആശങ്കകൾ താങ്കൾ മുന്നിലേക്ക് വെക്കുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞത് കട്ടായി പോയി, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം. അന്വേഷണം കൂടുതൽ ശക്തമായിട്ട് ഇനി മുന്നിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയാണോ താങ്കൾക്കുള്ളത്? അതിനോടൊപ്പം ഈ അന്വേഷണം പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ആശങ്കകളും പേടികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ സത്യം അത് സത്യമായിട്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ തെളിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് പോലീസ് അതിന്റെ രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ അന്വേഷിച്ചാൽ അത് ബോധ്യപ്പെടും. ശരി. താങ്കൾ പറഞ്ഞ ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസ് അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തട്ടെ. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് തുടരന്വേഷണത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നു.